എല്ലാവർക്കും കളേഴ്സ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ മോഡലായ മഹീന്ദ്ര ക്രൂസിയോ ഗ്രാൻഡ് എന്ന ചേസിൽ നിർമ്മിച്ച ഒരു സർവീസ് ബസ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോകളും നിങ്ങൾ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. പുതിയതായി ഇറങ്ങുന്ന ബസ്സിൻ്റെയും ടെസ്റ്റിംഗ് വർക്കുകൾക്കായി കയറ്റുന്ന ബസ്സിൻ്റെ പെയിൻറ്റിംഗ്, ഡീറ്റെയിലിംഗ് എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് കളേഴ്സ് ചാനലിൽ കൂടുതലായി വീഡിയോകൾ ചെയ്യുന്നത്. ചാനലിലെ മറ്റു വീഡിയോകൾ കാണാത്തവർ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മഹീന്ദ്ര ക്രൂസിയോ ഗ്രാൻഡ് എന്നതാണ് ഈ ബസിൻ്റെ എഞ്ചിൻ മോഡൽ നെയിം. 5360 mm വീൽ ബേസ് ആണ് ഈ വാഹനത്തിൽ ഉള്ളത്. മഹീന്ദ്ര ക്രൂസിയോ 5360 WB OBD2 RTD എന്നതാണ് മോഡലിൻ്റെ ഫുൾ നെയിം. 3.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ പ്രവർത്തിക്കുന്നത്. 3500 cc ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഈ മോഡലിൽ ഉള്ളത്. 2400 RPM കൂടി 140 ഹോഴ്സ് പവറിൽ ആണ് എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. മാക്സിമം ടോർക്ക് 525 Nm. ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി 120 ലിറ്ററും ആഡ് ബ്ലൂ ടാങ്ക് കപ്പാസിറ്റി 18 ലിറ്ററും ആണ്. ആഡ് ബ്ലൂവിൻ്റെ ചെലവ് കുറവ് ആയതിനാലാണ് 18 ലിറ്റർ ടാങ്ക് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. 12 വോൾട്ട് 100 AH ബാറ്ററിയാണ് ഈ വാഹനത്തിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. മഹീന്ദ്ര ട്രക്ക് ആൻഡ് ബസ് നിർമ്മിക്കുന്ന ബസ്സുകളുടെ ഒരു മോഡലാണിത്. മോഡൽ നെയിമിനോട് ചേർന്ന് വരുന്ന 5360 WB എന്നത് വീൽ ബേസിൻ്റെ അളവാണ്. ഇത് മുന്നിലും പിന്നിലും ഉള്ള ആക്സിലുകൾ തമ്മിലുള്ള ദൂരത്തിൻ്റെ അളവാണ്. OBD2 എന്നതിൻ്റെ പൂർണ്ണപേര് ഓൺബോർഡ് ഡയഗ്നോസ്റ്റിക്സ് എന്നതാണ്. വാഹനങ്ങളുടെ പ്രവർത്തനവും പ്രശ്നങ്ങളും നിരീക്ഷിക്കുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനുമുള്ള ഒരു സ്റ്റാൻഡേർഡ് സംവിധാനമാണ് ഓൺബോർഡ് ഡയഗ്നോസ്റ്റിക്സ്. വാഹനത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നിരീക്ഷിക്കാൻ അനുവദിക്കുന്ന ഒരു സംവിധാനമാണ് RTD അഥവാ റിയൽ ടൈം ഡയഗ്നോസ്റ്റിക്സ്. കൂടാതെ പ്രകടനത്തെക്കുറിച്ചോ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചോ ഉടനടി ഫീഡ്ബാക്ക് നൽകാൻ ഇത് സഹായിക്കുന്നു. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ക്രൂസിയോ 5360 WB OBD2 RTD എന്ന പേര് നീണ്ട വീൽ ബേസിനെയും OBD2 RTD എന്നീ സിസ്റ്റങ്ങളിലുള്ള വിപുലമായ ഡയഗ്നോസ്റ്റിക്സ് മോണിറ്ററിംഗ് കഴിവുകൾക്കും പേരുകേട്ട ഒരു പ്രത്യേക മഹീന്ദ്ര ക്രൂസിയോ ഗ്രാൻഡ് ബസ് മോഡലിനെ സൂചിപ്പിക്കുന്നു. 2 മോഡുകളിലാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ പ്രവർത്തിക്കുന്നത്: ലൈറ്റ് മോഡ് ആൻഡ് ഹെവി മോഡ്. ഈ മോഡുകൾ വാഹനത്തിൻ്റെ റണ്ണിങ്ങിന് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. ഫയർ ഡിറ്റക്ഷൻ ആൻഡ് അലാറം സിസ്റ്റം ഈ വാഹനത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. 6+1 സ്പീഡ് ഗിയറുകളിലാണ് എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. പതിവ് പോലെ തന്നെ കൊണ്ടോടി ഓട്ടോക്രാഫ്റ്റിലാണ് ഈ ബസിൻ്റെയും ബോഡി നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ചങ്ങനാശ്ശേരി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സെൻറ് ജോസഫ് മോട്ടോഴ്സ് ആണ് ഒരേ സമയം 2 മഹീന്ദ്ര സർവീസ് ബസ്സുകൾ ചങ്ങനാശ്ശേരിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും മല്ലപ്പള്ളി വഴി വായ്പൂരിനും ചങ്ങനാശ്ശേരിയിൽ നിന്നും മല്ലപ്പള്ളി പൊന്തൻപുഴ വഴി റാന്നിക്കുമാണ് ഈ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. കൊണ്ടോടി ഓട്ടോക്രാഫ്റ്റിൻ്റെ സ്റ്റാർലറ്റ് എന്ന മോഡലിലാണ് ഈ 2 ബസ്സുകളും നിർമ്മിച്ചിരിക്കുന്നത്. ഹെഡ്റെസ്റ്റോട് കൂടിയ 37 സീറ്റുകളാണ് ഈ ബസ്സിൽ ഉള്ളത്. ഡ്രൈവറുടെ സൗകര്യപ്രകാരം സ്റ്റിയറിംഗ് വീൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ വാഹനത്തിൽ സാധിക്കും. 2-വേ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റാണ് ഈ ബസ്സിൽ ഉള്ളത്. ഈ സീറ്റിലിരുന്ന് സുഖകരമായി ബസ് ഡ്രൈവ് ചെയ്യാം എന്നതാണ് ഡ്രൈവർ ചേട്ടൻ്റെ അഭിപ്രായം. ടാറ്റായുടെയും ഐശ്വറിൻ്റെയും ഇസ്യൂസിൻ്റെയും എല്ലാം ബസ്സുകളിൽ വന്നിരിക്കുന്നത് പോലെ ചെറിയ മീറ്റർ ബോർഡും ചെറിയ സ്റ്റിയറിംഗ് വീലുമാണ് മഹീന്ദ്രയുടെ ഈ വാഹനത്തിലും വന്നിരിക്കുന്നത്. മറ്റ് വാഹനങ്ങളിലെ പോലെ തന്നെ പബ്ലിക് അനൗൺസ്മെൻറ്റ് സിസ്റ്റം, ചെറിയ മ്യൂസിക് സിസ്റ്റം, നിരവധി സ്വിച്ചുകൾ എന്നിവയെല്ലാം സ്റ്റിയറിംഗിൻ്റെ ഇടതുവശത്തായി കാണാൻ സാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബസ്സിൻ്റെ റണ്ണിങ്ങിന് ആവശ്യമായ 2 മോഡുകൾക്കുള്ള സ്വിച്ചുകളും ഡ്രൈവർ സീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലായി ഫിറ്റ് ചെയ്തിരിക്കുന്നു. 2 എയർ ഡോറുകളുടെ പ്രവർത്തനത്തിനാവശ്യമായ 2 സ്വിച്ചുകൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. ബസ്സിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടത്തക്ക രീതിയിൽ ഒരു ക്യാമറയും അവിടെ കണക്ട് ചെയ്തിരിക്കുന്നു.
റിവേഴ്സ് ഗിയർ ഉൾപ്പെടെ ആകെ മൊത്തം 7 ഗിയറാണ് ഈ ബസ്സിൽ ഉള്ളത്. മറ്റ് ബസ്സുകളിലെ പോലെ തന്നെ ബസ്സിൻ്റെ ഒത്തുനടുക്കായി ഒരു എസ്കേപ്പ് ഹാച്ചും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫയർ എക്സ്റ്റിങ്ക്വിഷർ, ക്യാമറകൾ, ബസ്സിൻ്റെ ബാക്ക് വ്യൂ കാണാനുള്ള ക്യാമറ, ബസ്സിൻ്റെ ഉൾവശം കാണാനുള്ള ക്യാമറകൾ, എമർജൻസി സ്വിച്ചുകൾ എന്നിവയെല്ലാം മറ്റു വാഹനങ്ങളിലെ പോലെ തന്നെ ഈ ബസ്സിന് ഉൾവശത്തും ഫിറ്റ് ചെയ്തിരിക്കുന്നു. ബ്ലൂ കളറിലുള്ള സീറ്റ് കവറുകളും ബ്ലാക്ക് കളറിലുള്ള ഹെഡ്റെസ്റ്റ് കവറുകളുമാണ് ഈ ബസ്സിൽ ഉള്ളത്. എമർജൻസി എക്സിറ്റ് ഡോറാണ് ഈ കാണുന്നത്. എല്ലാ ബസ്സുകളിലും ഇതുപോലെ തന്നെ വലതുവശത്ത് അവസാന ഭാഗത്തായിട്ടാണ് എമർജൻസി ഡോർ വരുന്നത്. യാത്രക്കാർക്ക് സുഖകരമായി യാത്ര ചെയ്യാനും സീറ്റിൽ നിന്ന് ഇറങ്ങുന്നതിനും കയറുന്നതിനും ഉള്ള ആവശ്യാനുസരണം അകലമിട്ടാണ് സീറ്റുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ഡ്രൈവർ സീറ്റിനോട് ചേർന്ന് തന്നെ വലതുവശത്തായി ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവറും നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ഡ്രൈവറുടെ നേരെ മുകളിൽ ഒരു എയർ വെൻറ്റും ഒരു ഫാനും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഡ്രൈവിങ്ങിൽ റോഡ് വളരെ വ്യക്തമായി കാണാൻ തക്ക വിധത്തിലാണ് ഇതിലെ ഡ്രൈവർ സീറ്റ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഒരേ സമയം 2 മഹേന്ദ്ര ബസ്സുകളാണ് സെന്റ് ജോസഫ് മോട്ടോഴ്സ് ചങ്ങനാശ്ശേരിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ബസ്സിൻ്റെ പേര്, ഡെസ്റ്റിനേഷൻ റൂട്ടുകൾ, അത്യാവശ്യം സ്റ്റിക്കർ വർക്കുകൾ എല്ലാം തന്നെ ഈ ബസ്സിൻ്റെയും മുൻവശത്ത് ചെയ്തിട്ടുണ്ട്. ബസ്സിൻ്റെ ആകെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും വായ്പൂരിന് പോകുന്ന ബസ്സാണ് ഇത്. ഈ ബസ് പോകുന്ന റൂട്ടുകളെല്ലാം തന്നെ ഇരുവശങ്ങളിലും സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. 2 സ്റ്റെപ്പോട് കൂടിയ ഫുട്ബോർഡുകളാണ് ഈ ബസ്സിലും വന്നിരിക്കുന്നത്. സെന്റ് ജോസഫ് എന്ന പേരും സൈഡിൽ സ്റ്റിക്കർ ചെയ്തിരിക്കുന്നു. എല്ലാ ബസ്സുകളിലെയും പോലെ തന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ് എന്നിവയെല്ലാം ഈ ബസ്സിൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ സാധിക്കുന്നു. ഡെസ്റ്റിനേഷൻ റൂട്ടുകളും ബസ്സിൻ്റെ പേരും എല്ലാം തന്നെ ബാക്കിൽ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. കണ്ണമ്പള്ളി എന്ന അവരുടെ വീട്ടുപേരും മാമൂട് എന്ന സ്ഥലപ്പേരും സ്റ്റിക്കർ ചെയ്തിരിക്കുന്നു. ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യരുത് എന്ന ഒരു ലോഗോയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. സ്റ്റാർലെറ്റ് എന്ന ബസ് ബോഡി മോഡലാണ് അവിടെ സ്റ്റിക്കർ ചെയ്തിരിക്കുന്നത്. വലതുവശത്തും പേരും റൂട്ടുകളും എല്ലാം തന്നെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ബസ്സിൻ്റെ മൊത്തത്തിലുള്ള ഒരു ബാക്ക് വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ബസ്സിൻ്റെ ബാക്ക് ഗ്ലാസിൽ പേരും റൂട്ടുകളും എല്ലാം തന്നെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരി തെങ്ങണയിൽ പ്രവർത്തിക്കുന്ന കളേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് ഈ 2 വാഹനങ്ങളിലെയും സ്റ്റിക്കർ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ബസ്സിൻ്റെ വലതുവശത്തായി ഡീസൽ ടാങ്കും അതിനോട് ചേർന്ന് തന്നെ ആഡ്ബ്ലൂ ടാങ്കും കണക്ട് ചെയ്തിരിക്കുന്നു. വലതുവശത്ത് ഏറ്റവും പുറകിലായി കാണുന്നത് എമർജൻസി എക്സിറ്റ് ആണ്. കൂടാതെ അത്യാവശ്യം ഡോർ പുറത്തുനിന്ന് തുറക്കാനുള്ള സ്വിച്ചുകളും നമുക്ക് കാണാവുന്നതാണ്. ഫ്രണ്ട് ഫുട്ബോർഡിന് മുൻവശത്തായി ബാറ്ററി ബോക്സും കാണാൻ സാധിക്കുന്നു. ബസ്സിന് അകവശത്ത് ആവശ്യമായ എല്ലാ മാറ്ററുകളും സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഇരുവശങ്ങളിലുമുള്ള എമർജൻസി വിൻഡോകളാണ് ഈ കാണുന്നത്. കൂടാതെ ഗ്ലാസ് ബ്രേക്കറുകൾ, എമർജൻസി സ്വിച്ചുകൾ, സ്പീക്കറുകൾ മറ്റ് എല്ലാം തന്നെ നമുക്ക് ഈ ബസ്സിൻ്റെ ഉൾവശത്തും കാണാൻ സാധിക്കുന്നതാണ്. ബസ്സിൻ്റെ ബോഡി സംബന്ധമായ വിവരങ്ങളും എഞ്ചിൻ സംബന്ധമായ വിവരങ്ങളും ഈ വീഡിയോയിൽ വിവരിച്ചിട്ടുണ്ട്. എനിക്ക് ലഭിച്ച അറിവ് വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്.
തെറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരല്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.